നമസ്കാരം കുട്ടികളെ. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പാഠം പഠിപ്പിച്ചിരുന്നു. നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പാഠഭാഗമാണ് അല്ലേ. കുറുക്കൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പറഞ്ഞു നോക്കിയോ എല്ലാവരും? കഥ വായിച്ചോ? പാഠഭാഗം കഥയൊക്കെ പറഞ്ഞു നോക്കിയോ എല്ലാവരും? ഓക്കെ, നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കണം. അതിനു മുമ്പ് മിസ് ഒന്നിട്ട് പ്രാവശ്യവും കൂടി നമ്മുടെ പാഠഭാഗം വായിച്ചു തരാം. എല്ലാവരും ഒന്ന് കൈവിരൽ വെച്ചോട്ടോ. ഓക്കെ, പാഠം 16 കുറുക്കൻ രാജാവായ കഥ. ഒരിക്കൽ ഒരു കുറുക്കൻ കോഴികളെ തേടി നടക്കുന്നതിനിടയിൽ കാൽ വഴുതി ഒരു ചായത്തൊട്ടിയിൽ വീണു. അവന്റെ ശരീരം നീല നിറമുള്ളതായി തീർന്നു. അതിബുദ്ധിയായ അവൻ നേരെ കാട്ടിലേക്ക് തിരിച്ചു. അവിടെയുള്ള മൃഗങ്ങൾ അവനെ കണ്ട് അത്ഭുതപ്പെട്ടു. കുറുക്കൻ കോഴികളെ തേടി ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ചായപ്പുരയിൽ വീണു. ആ ചായം കലക്കിയ ഒരു എന്തെന്നാ പറയുക, ഒരു ടബ് പോലത്തെ ഒരു സാധനം വരുന്നത്. അതിൽ വീണപ്പോൾ അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവന് നീല നിറം. ആ നീല നിറം കണ്ട് ഭയങ്കര ബുദ്ധിയാണ് കുറുക്കനല്ല. അതിബുദ്ധിമാനായ കുറുക്കൻ സൂത്രശാലിയുമാണ്. നേരെ എന്ത് ചെയ്ത് കാട്ടിലേക്ക് തിരിച്ചു. അവിടെയുള്ള മൃഗങ്ങൾ എന്ത് ചെയ്ത് ഇവനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എന്നെ ദൈവം നിങ്ങളുടെ രാജാവായി നിയമിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളെല്ലാം എൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചു കൊള്ളണം. അല്ലാത്ത പക്ഷം നിങ്ങളെ ഞാൻ കഠിനമായി ശിക്ഷിക്കും. അവൻ അവരെ അറിയിച്ചു. നാട്ടിലെ മൃഗങ്ങളോട് കുറുക്കനൊരു സൂത്രം പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്നെ ദൈവം നിങ്ങളെല്ലാവരെയും ഭരിക്കാനായിട്ട് വിട്ടു തന്നിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേട്ട് ഇനി എല്ലാം അനുസരിച്ച് ജീവിച്ചു കൊള്ളണം. അല്ലെങ്കിലോ ഞാൻ നിങ്ങളെ കഠിനമായി ശിക്ഷിക്കും എന്ന് മൃഗങ്ങളെ എല്ലാവരെയും കുറുക്കൻ അറിയിച്ചു. സിംഹം, പുലി, കടുവ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം ഈ വാക്കുകൾ വിശ്വസിച്ചു. പുതിയ രാജാവിൻ്റെ കൽപ്പന അവർ ഭക്തിയോടും ഭയത്തോടും കൂടി അവർ അനുസരിക്കാൻ തുടങ്ങി. സിംഹം കാട്ടിൽ ആരൊക്കെ ഉണ്ടാവുക? സിംഹം, പുലി, കടുവ, മുയൽ, ബാക്കി എല്ലാ മൃഗങ്ങളും ഇവന്റെ വാക്കുകൾ വിശ്വസിച്ചു. പുതിയ രാജാവിൻ്റെ കൽപ്പന ഉത്തരവ് ഇവരെല്ലാവരും അനുസരിക്കാൻ തുടങ്ങി. നല്ല ഭയത്തോടും ഭക്തിയോടും കൂടി അവർ അനുസരിക്കാൻ തുടങ്ങി. അവർക്കിടയിൽ ആ നീലക്കുറുക്കൻ രാജകീയ പ്രൗഢിയോടെ വിലസി. തൻ്റെ കൽപ്പന അനുസരിക്കാത്തവരെ അവൻ കർശനമായി ശിക്ഷിച്ചു. എന്താണ്? അവർക്കിടയിൽ ആ നീലക്കുറുക്കൻ നല്ല ഉയർന്ന അവസ്ഥയോടെ വിലസി. തൻ്റെ കൽപ്പന അനുസരിക്കാത്തവരെ അവൻ എന്ത് ചെയ്ത് ശിക്ഷയും നൽകി. ചില മൃഗങ്ങൾക്ക് ക്രമേണ അവനെക്കുറിച്ച് സംശയം തോന്നി. നമ്മുടെ പുതിയ രാജാവ് വെറും ഒരു കുറുക്കൻ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു, കരടി പറഞ്ഞു. ചില മൃഗങ്ങൾക്ക് മാത്രം അവനെ കണ്ടപ്പോൾ സംശയം തോന്നി. കരടി അപ്പോൾ അവിടെ ഒരു വർത്തമാനം പറഞ്ഞു, അവനൊരു കുറുക്കനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ലല്ല, ആ നീലനിറം കണ്ടില്ലേ? കുറുക്കന്മാർക്ക് ഒരിക്കലും നീലനിറം ഉണ്ടാവുകയില്ല. പുലിക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. പുലി വേഗം മറുപടി കൊടുത്ത് കരടിയുടെ വാക്കിന്. എന്താണ്? കുറുക്കന്മാർക്ക് ഒരിക്കലും നീലനിറം ഉണ്ടാവില്ല. അവന്റെ നീലനിറം കണ്ടില്ലേ? പുലിക്ക് ഒരു സംശയം തോന്നിയില്ല അവനെ കണ്ടിട്ട്. ആയിടെ അതുവഴി ഒരു പറ്റം കുറുക്കന്മാർ കടന്നുപോയി. പുതിയ രാജാവിനെ കണ്ടപ്പോൾ അവർക്ക് സംശയം തോന്നി. നിറം നീലയാണെങ്കിലും അവൻ കുറുക്കൻ തന്നെയാകാനാണ് ഇടം. ഇത് ഒന്ന് പരീക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. ആ സമയത്ത് എന്താണ്, ഒരു കൂട്ടം കുറുക്കന്മാർ അതുവഴി നടന്നു പോയപ്പോൾ അവർക്ക് ഇവനെ കണ്ടപ്പോൾ സംശയം തോന്നി. ആ നീലനിറമാണെങ്കിൽ അവൻ കുറുക്കൻ തന്നെയാകാനാണ് ഇടം. ഇവനെ നമുക്കൊന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് അവർ തീരുമാനിച്ചു. ഒരു രാത്രിയിൽ കുറച്ചകലെ കുന്നിൻ ചെരിവിൽ കുറുനരികൾ ഒന്നിച്ച് ഓരിയിടുന്ന ശബ്ദം കേട്ടു. ഈ സമയത്ത് മൃഗങ്ങൾ സഭ കൂടുകയായിരുന്നു. രാജാവായ കുറുക്കൻ ഒരു പാറയുടെ മുകളിൽ കയറി നിന്ന് പ്രസംഗിക്കുമ്പോൾ ദൂരെ ഉയർന്ന ശബ്ദം കേട്ടു. എല്ലാം മറന്നു അവനും കൂട്ടുകാരോടൊപ്പം കൂടി. അവരെന്ത് ചെയ്ത് എല്ലാവരും കൂടി ഒരു കുന്നിൻ ചരിവിൽ ഇരുന്നുണ്ട്. കുറുനരികൾ ഇങ്ങനെ ഓരിയിടാൻ തുടങ്ങി. ഈ സമയത്ത് മൃഗങ്ങൾ സഭ കൂടുകയായിരുന്നു. രാജാവായ കുറുക്കൻ എന്ത് ചെയ്ത് ഒരു പാറയിൽ നിന്ന് ഇവരോട്, കാട്ടിലെ മൃഗങ്ങളോട് എല്ലാവരോടും പ്രസംഗിക്കുകയായിരുന്നു. ഇവനും എന്ത് ചെയ്ത് പെട്ടെന്ന് അറിയാതെ എല്ലാം മതിമറന്നു പോയതിൻ്റെ ഒപ്പം തന്നെ ഇവൻ മറന്ന് ഇവനും അവരോടൊപ്പം കൂടി. രാജാവ് കുറുക്കനാണെന്ന് അറിഞ്ഞ മൃഗങ്ങൾ ആ നിമിഷം തന്നെ അവനെ അവിടെ നിന്നും തുരത്തി. നമ്മുടെ രാജാവ് കുറുക്കനാണെന്ന് അറിഞ്ഞ ആ മൃഗങ്ങൾ ആ നിമിഷം തന്നെ അവൻ ആ കാട്ടിൽ നിന്നും നാട് കടത്തി. ഓക്കെ, പാഠപുസ്തകം എല്ലാവരും വായിക്കണം, നന്നായിട്ട് ഉറക്കെ വായിക്കുക. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലോട്ട് പോകാം. പഠന പ്രവർത്തനങ്ങൾ: പദങ്ങൾ എഴുതി വായിക്കുക. രാജാവ്, കഥ, അതിബുദ്ധി, മൃഗങ്ങൾ, കൽപ്പന. രാജാവ്, കഥ, അതിബുദ്ധി, മൃഗങ്ങൾ, കൽപ്പന. പദങ്ങളുടെ അർത്ഥം കണ്ടെത്തുക. തേടി, അന്വേഷിച്ചു. തേടി, അന്വേഷിച്ചു. കൽപ്പന, ആജ്ഞ. കൽപ്പന, ആജ്ഞ, അല്ലെങ്കിൽ ഉത്തരവെന്നും പറയാം കേട്ടോ. ഭയം, പേടി. ഭയം, പേടി. പ്രൗഢി, ഉയർന്ന അവസ്ഥ. പ്രൗഢി, ഉയർന്ന അവസ്ഥ. പറ്റം, കൂട്ടം. പറ്റം, കൂട്ടം.
തുരത്തി ഓടിച്ചു, തുരത്തി ഓടിച്ചു. രാജാവിന് പര്യായം സമാന പദങ്ങൾ എഴുതുക. രാജാവ് പര്യായം അരജൻ, നൃപൻ, മന്നവൻ. അരജൻ, നൃപൻ, മന്നവൻ. വിപരീതാർത്ഥം വരുന്ന വാക്ക് എഴുതുക. ശിക്ഷിക്കുക, രക്ഷിക്കുക. ശിക്ഷിക്കുക, രക്ഷിക്കുക. പദങ്ങൾ ഉപയോഗിച്ച് വാക്യം നിർമ്മിക്കുക. അത്ഭുതപ്പെട്ടു, മേക്ക് ദ സെന്റൻസ്. നിങ്ങൾക്ക് തനിയെ ചെയ്യാമത്. എന്ത് അത്ഭുതപ്പെട്ടു എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യും? മയിൽ നൃത്തം ചെയ്യുന്നത് കണ്ട് കുട്ടികൾ അത്ഭുതപ്പെട്ടു. മയിലുകൾ നൃത്തം ചെയ്യുന്നത് കണ്ട് കുട്ടികൾ അത്ഭുതപ്പെട്ടു. കൽപ്പന എന്ത് പറയും? ഉത്തരവ് എന്നുള്ള അർത്ഥം. രാജാവിന്റെ കൽപ്പന പരിചാരകർ അനുസരിച്ചു. രാജാവിന്റെ കൽപ്പന പരിചാരകർ അല്ലെങ്കിൽ അല്ലെ പരിചാരകർ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവൾ മന്ത്രിസഭയിൽ രാജാവിന്റെ കൽപ്പന പരിചാരകർ അനുസരിച്ചു. ഇനി ചേർത്തെഴുതുക. നോക്കി എല്ലാവരും. കോഴികളെ പ്ലസ് തേടി. കോഴികളെ പ്ലസ് തേടി. എങ്ങനെ എഴുതും? കോഴികളെ പ്ലസ് തേടി. കോഴികളെ അല്ലെ കോഴികളെ തേടി. കോഴികളെ തേടി. ഒരു താ രണ്ട് തായായി മാറും. കോഴികളെ തേടി. ഓക്കെ. അടുത്തത് ചായ പ്ലസ് തൊട്ടിയിൽ. ചായ പ്ലസ് തൊട്ടിയിൽ. ചായ പ്ലസ് ചായ തോ. ഒരു തായി മാറും. തോ. ചായ തൊട്ടിയിൽ. ചായ പ്ലസ് തൊട്ടിയിൽ. ചായ തൊട്ടിയിൽ. അടുത്തത് നോക്കിയേ. രാജാവ് പ്ലസ് ആയി. എങ്ങനെ എഴുതും? രാജാ ദീർഘമാ മാറി രാജാവായി. രാജാവ് പ്ലസ് ആയി രാജാവായി. ഓക്കെ. അടുത്തത് നിങ്ങൾ നേരത്തെ പഠിച്ചാണ്. മൃഗങ്ങൾ പ്ലസ് എല്ലാം. മൃഗങ്ങളെല്ലാം നേരത്തെ ഏതൊരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ. പേജ് ഒന്ന് മറിച്ച് എല്ലാവരും. അടുത്തത് പിരിച്ചെഴുതുക. നീലക്കുറുക്കൻ. എങ്ങനെ പിരിക്കും? നീല പ്ലസ് ഇക്കമായി എന്താ? ഒരുക്ക. നീല പ്ലസ് കുറുക്കൻ. നീല പ്ലസ് കുറുക്കൻ. അടുത്തത് കർശനമായി. കർശനമായി. എങ്ങനെ എഴുതും? കർശനം പ്ലസ് ആയി. കർശനം പ്ലസ് ആയി. ഓക്കെ. അടുത്ത രണ്ട് പഠിക്കണ്ട നമ്മള്. ഇനി അടുത്തത് ശരിയായ പദം എടുത്തെഴുതുക. എങ്ങനെ എഴുതും? ഒന്നാമത്തെ എന്താണ്? പരീക്ഷിക്കാൻ. രണ്ടാമത്തത് പരീക്ഷിക്കാൻ. ഏതാണ് കറക്റ്റ്? രണ്ടാമത്തെ അല്ലെ? കായും ഷായും കൂടിയാണ് പരീക്ഷ. അധികം പരീക്ഷിക്കാൻ. രണ്ടാമത്തെയാണ് കറക്റ്റ്. മറ്റേത് പരീക്ഷിക്കാൻ എന്നാണ്. അപ്പൊ വായ കൊണ്ട് പറഞ്ഞു നോക്കാം. പരീക്ഷിക്കാൻ. ഓക്കെ. അടുത്തത് പ്രസംഗിക്കുക. പ്രസംഗിക്കുക. ഏതാണ്? ഗ അല്ലെ? സ പൂജ്യം ഗ. പ്രസംഗിക്കുക. ഗ പ്രസംഗം. അതിനേതാണ്? ഗ അല്ലെ? ഡിക്റ്റേഷൻ വാക്ക് ഏതൊരു പാഠത്തിൽ എഴുതി പഠിച്ചിട്ടുണ്ട്. പ്രസംഗിക്കുക ഒന്നാമത്തെയാണ് കറക്റ്റ്. ടിക്കിടുക. ശരിയായത് മിസ് എഴുതി കാണിച്ചു തരാം. പരീക്ഷിക്കാൻ കറക്റ്റായിട്ട് കേട്ടാ. പരീക്ഷിക്കാൻ. ഇതാണ് ശരിയായ വാക്ക്. പ്രസംഗിക്കുക. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നൊക്കെ പറഞ്ഞ എക്സാമിന് വരുന്നതാണ്. പരീക്ഷിക്കാൻ, പ്രസംഗിക്കുക. ഓക്കെ. അടുത്തത് ഉത്തരം എഴുതുക. എന്താന്ന് നോക്കിയേ. കുറുക്കൻ എവിടെയാണ് വീണത്? കുറുക്കൻ എവിടെയാണ് വീണത്? കുറുക്കൻ ഒരു ചായത്തൊട്ടിയിലാണ് വീണത്. കുറുക്കൻ ഒരു ചായത്തൊട്ടിയിലാണ് വീണത്. ഞാൻ നിങ്ങളെ കഠിനമായി ശിക്ഷിക്കും. ആരോട് പറഞ്ഞതാണത്?
ഞാൻ നിങ്ങളെ കഠിനമായി ശിക്ഷിക്കും. ആര്? ആരോട് പറഞ്ഞതാണിത്? കുറുക്കൻ കാട്ടിലെ മൃഗങ്ങളോട് പറഞ്ഞതാണിത്. കുറുക്കൻ കാട്ടിലെ മൃഗങ്ങളോട് പറഞ്ഞതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കുറുക്കന്റെ വാക്കുകൾ വിശ്വസിച്ചത് ആരെല്ലാം? സിംഹം, പുലി, കടുവ തുടങ്ങിയവയാണ് അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളാണ് ഇവൻ പറയുന്നത് വിശ്വസിച്ചത് അല്ലേ? സിംഹം, പുലി, കടുവ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളാണ് ഈ വാക്കുകൾ വിശ്വസിച്ചത്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചാൽ മതി. ഇനി അടുത്ത പേജ് നമ്പർ 79 പാഠാനുബന്ധ പ്രവർത്തനങ്ങൾ നോക്കുക കേട്ടോ. ഒന്നാമത്തെ നിറം ചേർത്ത് എഴുതുക. നീല എന്ന നിറം ചേർത്താണ് നീലക്കുറുക്കൻ എന്ന് പറയുന്നത് അല്ലെ? നീലക്കുറുക്കൻ. നീല എന്ന് കുറുക്കന്റെ മുമ്പിൽ എന്ത് ചേർക്കും? നീല എന്ന് ചേർക്കുമ്പോഴാണ് എന്താവണത്? നീലക്കുറുക്കൻ. അതുപോലെ ചില ജീവികളെ നമ്മൾ നിറം ചേർത്ത് പറയാറില്ലേ? നിങ്ങൾക്കറിയാല്ല. നിറം ചേർത്താണ് ചില ജീവികളെ വിളിക്കും. അത്തരം ജീവികളുടെ കുറച്ച് പടം അവര് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. പച്ചത്തത്ത അല്ലെ? തത്തയുടെ മുമ്പിൽ പച്ചത്തത്ത, വെള്ളക്കൊക്ക്, കരിങ്കുരങ്ങ്, മഞ്ഞക്കിളി, പച്ചത്തവള എന്നൊക്കെ പറയൂലേ നമ്മള്. അപ്പൊ അങ്ങനെ കുറെ നിറം ചേർത്ത് പറയുന്ന കുറെ ജീവികളുണ്ട് നമ്മുടെ ഇടയിൽ. അതൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ആ ഡാഷ് ഇട്ട് കൊടുത്തു. അത് എന്താണ്? രണ്ടാമത്തത് വാക്കുകൾ ചേർത്ത് വരയ്ക്കാം. താഴെയുള്ള വാക്കുകൾ വായിക്കുക, ചേരുന്നവ തമ്മിൽ വരച്ചു. ഏതാണ് ചേരുന്നത്? ഭക്തി, ഭയം, സ്നേഹം, ബഹുമാനം. ഞാൻ ബോർഡിൽ എഴുതി തരാം. അപ്പൊ ഒന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. സ്നേഹം, ഭക്തി, ഭയം, സ്നേഹം, ബഹുമാനം ഇതൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് അല്ലേ? വേണ്ടതല്ലേ എല്ലാവർക്കും? ഈ ബ്രാക്കറ്റിൽ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന അമ്മ, ഗുരു, ദൈവം, കള്ളൻ. എന്തായിരിക്കും? ഭക്തി എന്ന് പറയുമ്പോൾ ആരോടായിരിക്കും ആ ഭക്തി നമുക്ക് വരുന്നത്? ഭക്തി എന്ന് പറഞ്ഞു നോക്കിയ ഭക്തി നമുക്ക് എപ്പോഴും ദൈവത്തിനോടാണ് ഭക്തി അല്ലെ? ഭക്തി. ഭയം ആരോടായിരിക്കും? ഭയം കള്ളന്മാരെയാണ് എല്ലാവർക്കും പേടി. ഭയം അല്ലെ? വരച്ചു വെച്ചോട്ടെ ഇപ്പോൾ തന്നെ. സ്നേഹം ആരോടാണ്? സ്നേഹം എപ്പോഴും നമ്മുടെ അമ്മയോട്. ബഹുമാനം ആരോടാണ്? ബഹുമാനം ഗുരു അല്ലെ? അധ്യാപകരോടാണ് നമുക്ക് ബഹുമാനം വരേണ്ടത്. കറക്റ്റ് അല്ലേ? ഭക്തി, ഭയം, സ്നേഹം, ബഹുമാനം ഒക്കെ വരേണ്ടത് എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ. അതൊക്കെ ആരോടാണെന്നുള്ളത് ഒന്ന് ചേരുമ്പടി ചേർക്കുക കേട്ടോ എല്ലാവരും. ഓക്കെ, ഇനി കണ്ടെത്താൻ വായിക്കാം. രാജാവ് എന്ന പദം വരുന്ന എത്ര വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട്? അവ കണ്ടെത്തി വായിക്കുക. രാജാവ് എന്ന് പറയുന്ന എത്ര വാക്യങ്ങൾ ഇതിലുണ്ട് ഒന്ന് കണ്ടെത്തി വായിക്കുക എല്ലാവരും. നാലാമത്തെ പേജ് നമ്പർ 80. എത്ര മൃഗങ്ങൾ നീലക്കുറുക്കന്റെ കാട്ടിൽ എത്ര മൃഗങ്ങളുണ്ട്? അവ കണ്ടെത്തി വായിക്കുക. നീലക്കുറുക്കന്റെ ഒപ്പം കുറെ മൃഗങ്ങൾ ജീവിച്ചിരുന്നല്ലേ? അവരെ ആരൊക്കെയെന്നൊന്ന് കണ്ടെത്തി ഒന്ന് എഴുതി വെക്കുക കേട്ടോ. പിന്നെ ഒരു അഞ്ചാമത്തെ കഥ പൂർത്തിയാക്കുക. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അതിലെ കഥ പൂർത്തിയാക്കി എഴുതുക. ഉചിതമായ തലക്കെട്ട് നൽകുക. എന്താണ് ഒരു കഥയുടെ ഒരു കറക്റ്റ് ചെറുതായിട്ടൊരു എക്സാമ്പിൾ കൊടുത്തേക്കണം. തട്ടിൻപുറത്തെ എലികൾ, പൂച്ചയുടെ ശല്യം, പരിഹാരം കാണണം, എലികളുടെ യോഗം, പല അഭിപ്രായങ്ങൾ, പൂച്ച വരുന്നത് അറിയണം, പൂച്ചയ്ക്ക് മണി കെട്ടുക, ആര് കെട്ടും? ഉത്തരം കിട്ടിയില്ല, പൂച്ച പാഞ്ഞു വന്നു, എലികൾ ഓടി ഒളിച്ചു. തട്ടിൻപുറത്തൊരു യോഗം കൂടിയില്ലേ? അതൊന്ന് കഥ കണ്ടുപിടിച്ച് നോക്കി വെക്കുക കേട്ടോ എല്ലാവരും. തനിയെ ചെയ്യുക. കഥയൊക്കെ ഈ അവസരത്തിലൊക്കെ ഇനിയിപ്പോൾ ഈ പാഠഭാഗം കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് വെക്കേഷൻ ആകും. ധാരാളം കഥകളൊക്കെ ഒന്ന് കണ്ടെത്തി എഴുതി നോക്കുക. തനിയൊക്കെ കഥകൾ വായിച്ച് നോക്കുക. ഹോംവർക്കായിട്ട് എടുക്കുക അത്. ഓക്കെ, കഥകളൊക്കെ കണ്ടുപിടിച്ച് സ്വയം ചെയ്യുക. മിസ് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഇഷ്ടംപോലെ കഥകൾ അറിയാവുന്ന കുട്ടികളാണ് നിങ്ങളെന്ന് മിസ്സിന് അറിയാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക എല്ലാവരും. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഈ പാഠം കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത വർഷം നല്ല കുട്ടികളായിട്ട്
പഠിക്കാൻ വരിക. ഓക്കെ, മലയാള അക്ഷരം നമ്മുടെ ഭാഷയാണ്, മറക്കരുതും അല്ലേ, നമ്മുടെ അമ്മയായിട്ട് കരുതുക അല്ലേ മലയാള ഭാഷയെ. അങ്ങനെ പഠിക്കുക കേട്ടോ. ഒരു പാഠവും വെറുതെ കളയരുതും, എല്ലാം എഴുതി പഠിച്ചോളണം. എഴുതി പഠിക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഓരോ ക്ലാസ് തോറും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.